സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എയർപോർട്ട് ഉപയോഗിച്ചാണ് നമ്മൾ തൈകൾ നടാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോയാലോ? ദാ ഈ കാണുന്ന ഷീറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നേരത്തെ കണ്ടത് നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം ഒന്ന് വീക്ഷിച്ചാലോ? നമുക്ക് പല സൈസിലും പല നിറത്തിലുമുള്ള എയർപോർട്ടുകൾ നിർമ്മിക്കാം. അപ്പോൾ ഞാൻ നിർമ്മിക്കാൻ പോണത് ഇവിടെ ഒരു ചെറിയ എയർപോർട്ടാണ്. ഇത് ഹൈറ്റ് ഇല്ലാത്തതാണ്. അപ്പോൾ ഈ കാണുന്ന 2 ഷീറ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെക്കണം. ഇങ്ങനെ കുറച്ച് അല്പം കയറ്റിയാണ് നിർത്തേണ്ടത്. അതിനുശേഷം ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ദേ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂകളാണ് കിട്ടുന്നത്. ഈ സ്ക്രൂകൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് എന്താണ് സ്ക്രൂ ചെയ്ത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റണം. അല്പം ബലം പ്രയോഗിച്ച് അല്പം ചരിച്ചാൽ ഇത് സിമ്പിളായിട്ട് അങ്ങോട്ട് കയറ്റാൻ പറ്റും. അപ്പോൾ 2 ഷീറ്റുകൾ ഇതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ ഏകദേശം 5 സ്ക്രൂകളാണ് ഇത്തരത്തിൽ തിരിച്ച് കയറ്റേണ്ടത്. അപ്പോൾ അങ്ങനെ തിരിച്ച് കയറ്റി കഴിയുമ്പോൾ തന്നെ ഏകദേശം ടൈറ്റ് ആയിട്ടുണ്ട്. എന്നാലും 5 എണ്ണമാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. അത് കാരണം ഞാൻ 5 എണ്ണം 5 സ്ക്രൂ അതുമേലേക്ക് ടൈറ്റ് ചെയ്ത് കയറ്റും. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടത് ഈ ഒരു രീതിയിലാണ് നമ്മളതങ്ങോട്ട് സ്ക്രൂ ചെയ്ത് കയറ്റേണ്ടത്. നമുക്ക് കൈ ഉപയോഗിക്കാൻ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വല്ല വേറെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ടായാലും നമുക്ക് കയറ്റാം. ഇനി ഇതിനടിയിലേക്ക് കണ്ടത് ഇത്തരത്തിലുള്ള ബാസ്ക്കറ്റ് അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെയും ഈ ഒരു ഭാഗത്തും നമുക്ക് 5ഓളം സ്ക്രൂകൾ ഇത്തരത്തിൽ ടൈറ്റ് ചെയ്യണം. അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എയർപോർട്ട് റെഡിയാവും. അപ്പോൾ ഞാൻ ആദ്യത്തെ എയർപോർട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് നമുക്ക് എയർപോർട്ടും അതുപോലെ തന്നെ ക്ലേ പോട്ടുകളും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ എയർപോർട്ട് റെഡിയായി. നമ്മൾ സാധാരണ തൈകൾ നടുന്നത് മണ്ണ് കൊണ്ടുള്ള ചട്ടികളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചട്ടികളിലായിരിക്കും അല്ലേ? എന്നാൽ ഞാനിവിടെ തൈകൾ നടുന്നത് എയർപോർട്ടിലാണ്. എന്തുകൊണ്ടാണ് എയർപോർട്ടിൽ തൈകൾ നടുമ്പോൾ തൈകളുടെ വേരുകൾക്ക് നാച്ചുറൽ പ്രൂണിങ് നടക്കുന്നു. നമുക്ക് ക്ലേ പോട്ടുകൾ എടുക്കാം. ക്ലേ പോട്ടിൽ തൈകൾ വളരുന്നതനുസരിച്ച് അതിന്റെ വേരുകളും വളരുന്നു. എന്നാൽ വേരുകൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കാത്തതിനാൽ വേരുകൾ ഇത്തരത്തിലുള്ള ചട്ടിക്കുള്ളിലായി വട്ടത്തിൽ തന്നെ വളരുന്നു. ഇത് തൈകളുടെ പെട്ടെന്നുള്ള വളർച്ച തടയുന്നു. തന്മൂലം പഴങ്ങൾ ഉണ്ടാകാനുള്ള കാലതാമസവും ഉണ്ടാവുന്നു. എയർപോർട്ടിൽ തൈകൾ വളരുമ്പോൾ വേരുകൾക്ക് നാച്ചുറൽ പ്രൂണിംഗ് നടത്തുന്നു. അതിനാൽ വേരുകൾ ചുറ്റി വളരാതെ ആരോഗ്യകരമായി പടർന്നു വളരുന്നു. ഇതുവഴി തൈകൾ വേഗത്തിൽ വളരുകയും വളരെ വേഗത്തിൽ ഫലം തരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഗാർഡനിലെ എയർപോർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എയർപോർട്ടുകൾ ഉണ്ടാക്കുന്ന ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4 എണ്ണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഒരു ഗാർഡൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അങ്ങനെ എയർപോർട്ട് നമ്മൾ 4 എണ്ണം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അവയിലേക്ക് കുറച്ച് ചവർ ഇടാൻ പോവുകയാണ്. ആദ്യം ചവർ നമ്മൾ താഴത്ത് ഗ്രൗണ്ടിൽ ചവറിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് അതുപോലെ തന്നെ ചാരം തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ചെടി പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിനകത്തേക്ക് ചവറ് കൊണ്ടുവന്നിട്ടു. അത് നമ്മളൊരു ടൂൾ ഉപയോഗിച്ച് നമ്മൾ ആ ചവറിനെ അങ്ങോട്ട് അടിയിലേക്ക് അങ്ങോട്ട് സ്റ്റിക്കായിട്ട് ഇരുത്തുകയാണ്. അതിനുശേഷം നമ്മൾ ചാരമാണ് ഇടുന്നത്. ചാരം അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അധികം മണ്ണേരിയില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വേസ്റ്റ് കത്തിക്കുന്ന ചാരമൊക്കെ അതിൻ്റെ ഇത്തരത്തിലുള്ള പ്ലാന്റുകളൊക്കെ പ്ലാന്റ് ചെയ്യാൻ നേരത്തെ അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ചാരം നമ്മൾ നമ്മുടെ എയർപോർട്ടിലേക്ക് ഇടുകയാണ്. നല്ലൊരു ചാരമാണ് കേട്ടോ. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ചാരമാണ്. അപ്പോൾ ചാരമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ ആദ്യത്തെ പോട്ട് ഏകദേശം നിറയാറായി. ഇനി അതിനകത്തേക്ക് കുറച്ച് മണലും അതുപോലെ തന്നെ കുറച്ച് ചെളിയും കൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്ലാന്റ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്കായി കണ്ട. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എയർപോർട്ട് റെഡിയാണ്. ഇനിയിപ്പോൾ 2, 3, 4 എയർപോർട്ടും കൂടിയാണ് നമുക്കിതിപ്പോൾ റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതുണ്ട്. അപ്പോൾ ആദ്യത്തെ പോട്ട് ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ എന്താണ് ഗ്ലാസും കല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കി അതിനകത്ത് മണ്ണും മഡൊക്കെ ഇട്ടിട്ട് അത് ശരിയാക്കി അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ് ചെയ്യാനുള്ള ആ ഒരു ഏരിയയും കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് പ്ലാന്റ് ചെയ്യുന്നത് ഒരു ഗുവ ഫ്രൂട്ടാണ്. അപ്പോൾ ഈ ഗുവ ഫ്രൂട്ട് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഉണ്ട്. ഉള്ളിൽ വൈറ്റ് വരുന്നതും റെഡ് വരുന്നതും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ആ ഉള്ളിൽ റെഡ് വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ അത് ഞാനിത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ 4 പ്ലാന്റാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഒരു പ്ലാന്റ് എനിക്ക്, ഒരു പ്ലാന്റ് പ്രിയക്ക്, ഒരു പ്ലാന്റ് ഈടത്തിന്, ഒരു പ്ലാന്റ് ഇടുവിന്. അപ്പോൾ അടുത്തത് ഒരു ചാമ്പ ഞാനിവിടെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലത്തെ എയർപോർട്ടിൽ തന്നെയാണ്. നല്ല ചോലയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ പ്ലാന്റ് ചെയ്യണത്. അതുപോലെ ഇനിയിപ്പോൾ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈറ്റ് ഗുവ തന്നെയാണ്. അപ്പോൾ അതും ഞാനിവിടെ പ്ലാന്റ് ചെയ്യുന്നത് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇതൊന്ന് വിജയിച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റിനും ഇത്തരത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾ കൊണ്ട് നിറയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിനുശേഷം നമ്മൾ അവിടെ ഒരു പപ്പായ, എന്താണ് റെഡ് സംതിങ് പേരുള്ള പപ്പായയും കൂടി നമ്മളവിടെ പ്ലാന്റ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ആദ്യത്തെ തവണ കണ്ടത് ഈ
കാണുന്ന ഹോളുകളിൽ കൂടി വെള്ളം പോകാനായിട്ടും ആ മണൽ താഴത്തേക്ക് ഇരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മണൽ അതിനകത്ത് ഇട്ട് അതിനൊന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗത്ത് ഹോളുകളില്ല. അതുകൊണ്ട് തന്നെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചാലും പെട്ടെന്ന് പോകില്ല. അപ്പോൾ 2, 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കത് എത്തരത്തിൽ വിജയകരമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഒരു 4 പ്ലാന്റുകൾ നമ്മൾ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അടുത്ത് പ്രിയ നട്ടു വെച്ചിരിക്കുന്ന ചില്ലിയും കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഗാർഡൻ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ഓർ ഫോളോ ചെയ്തു കൂടെ കൂടിക്കോട്ടാ. സീ യു ടുമോറോ.